എടി പാച്ചേ ഫുള്ള് ടെൻഷനിലാണല്ലോ. അതിനിപ്പോ എന്താ എക്സാം അങ്ങനെയല്ലേ ഉണ്ടാവുക? എടി കുപ്പിന്ന് വന്ന ബോധമായിട്ടല്ല, എക്സാം ആയ അങ്ങനെയൊക്കെ തന്നെയാ. ഇനി എത്ര എക്സാം ഉണ്ട്? ഏതാ എക്സാം? ഹിന്ദി അല്ലേ? അത് കൂടിയായിട്ട് പഠിച്ചാള്. മോളൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ആ ചിപ്പ അമ്മേനെ കൊടുക്കണം. അഞ്ജലി ഡോ ഒന്ന് മോളെ കൂടെ ഇരിക്കും, അതൊന്ന് സെറ്റായി കൊടുക്കണം. ഒരൊറ്റ എക്സാം അല്ലേ ഉള്ളൂ. അവന്റെ മനീഷേട്ടാ, ഞാൻ ഈ സീരിയൽ ഒന്ന് കാണട്ടെന്ന്. മോക്ക് ടെൻഷൻ ആയാലും എക്സാം ആയാലും ഒക്കെ അനക്ക് സീരിയൽ കണ്ടാ മതി അഞ്ജലി. സീരിയൽ എടോ, ഇവർക്ക് ടെൻഷൻ ആകുമ്പോ നമ്മളല്ലേ കൂടെ നിന്ന് കൊടുക്കേണ്ടത്. ഇവിടെ ഇത്രയും ദിവസത്തെ പഠിത്തം കണ്ടോ, സത്യം പറയാലോ ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ട വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പ്രാർത്ഥനയോ? പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ. മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ അതെന്താ? ഓക്ക് പഠിത്തത്തിന്റെ ടെൻഷനൊന്നും അല്ല മനീഷേട്ടാ. ഓക്ക് ഈ എമ്പുരം കാണാൻ പറ്റുമോ എന്നുള്ളതാണ് മെയിൻ ഓളെ ടെൻഷൻ. ഇമ്പള് കൊണ്ടുപോവോ, ഫസ്റ്റ് ഷോക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷനാ. അല്ലാതെ ഹിന്ദിന്റെ ടെൻഷനൊന്നല്ല ഓക്ക്. ഇവിടെ മാത്രല്ല കേരളം ഒട്ടയ്ക്ക് പ്രശ്നം. നിങ്ങള് കാര്യം എടി വാച്ചേ, ഇതിനാണ് ഈ ടെൻഷൻ അടിച്ച്. അച്ഛൻ വിചാരിച്ച് 27 ഹിന്ദി പരീക്ഷ എനിക്ക് ഭയങ്കര ടഫാണ്. ഉച്ചക്ക് പരീക്ഷ കഴിയൂലേ, രാത്രിത്തെ ടിക്കറ്റ് എന്നോ ഞാനും അമ്മയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് ലൂസിഫർ കണ്ട പോലെ എന്ത് കാണും? നമ്മള് ലാലേട്ടന്റെ എമ്പുരാൻ കാണും. അപ്പൊ 27 എന്താക്കാൻ നമുക്ക് ഏത് സിനിമ? എമ്പുരാൻ അടിച്ചാല്. അപ്പൊ 27 മറക്കണ്ട, എമ്പുരാൻ കാണാൻ ഞങ്ങൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. റെഡിയല്ലേ? തകർക്ക ലാലേട്ടനോടൊപ്പം.